രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ മൊത്തം എണ്ണും BJP. രാഹുൽ മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാവുന്നേ ഒരു കമന്റ് കാണാനായി. ഒരു കമന്റ് മാത്രമല്ല, കുറച്ച് വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം. ചില ആൾക്കാരുടെ പ്രതികരണം കൂടെ നിങ്ങൾക്കൊന്ന് കേൾക്കാം. പ്രിയ ഡാനി, ഞാൻ ഈ വക സംഭാഷണങ്ങൾ കേൾക്കാൻ ചെവി കൊടുക്കാറില്ല, കൊടുത്തിരുന്നില്ല. താങ്കളെ കേട്ടപ്പോഴാണ് ഒരു പെൺകുട്ടി പറയുന്നത് കേട്ട് ഞെട്ടിത്തരിച്ചു പോയത്. ഏത് പെൺകുട്ടിയാ? റിനി. അയ്യോ, റിനിയുടെ കാര്യം പറയുമ്പോഴേ ശ്വാസം മുട്ടില്ല. ഓക്കെ, അന്നേരം ചേച്ചി പറയുന്ന ബാക്കിയും കൂടെ കേൾക്കാം. താങ്കളെ കേട്ടപ്പോഴാണ് ഒരു പെൺകുട്ടി പറയുന്നത് കേട്ട് ഞെട്ടിപ്പോയത്. ആണിന്റെ മുറിയിൽ പെൺകുട്ടി പോകുന്നത് അല്പം കിസ്സിങ്ങിനും അല്പം ഹഗ്ഗിങ്ങിനും മാത്രം ലക്ഷ്യം വെച്ചാണ് പോലും. ഈ കുട്ടിയുടെ പരാതിയിലാണോ അറസ്റ്റും ജാമ്യവും മറ്റു പല കാര്യങ്ങളും നടന്നതെന്നുള്ള രീതിയിലാണ് ചേച്ചി കമന്റ് ഇട്ടത്. അതിൻ്റെ താഴെ ഇനിയുണ്ട്. സത്യം പറയാലോ, ഇത് കേൾക്കുന്ന ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പ്രായം ചെന്ന വ്യക്തികൾക്ക് ഇതൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഈ റിനിയെ പോലുള്ളവരൊക്കെ വന്നിട്ട് ആൾക്കാരെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു പെണ്ണ് കാണിക്കേണ്ട രീതിയിലാണ് അവൾ കാണിച്ചു കൂട്ടുന്നതും അവിടെ സംസാര രീതിയിലാണെങ്കിൽ പോലും ഇവളൊക്കെയാണോ സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് സംസാരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. നമുക്ക് ഇനി ശ്രീകണ്ഠൻ നായരുടെ ഷോ, അതായത് 24-നകത്ത് ഇന്നലെ ഒരു പെൺകുട്ടി, അതായത് നമ്മുടെ ശ്രീന, അവർ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ മാമൻ ഭയങ്കര ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. എന്നാലും നമുക്ക് അതൊന്ന് കേൾക്കാം ആ വീഡിയോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് കൊടുക്കുക. സബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ് ചെയ്യുക. പിന്നെ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ ജസ്റ്റിസ് ഫോർ രാഹുൽ എന്ന് കൊടുക്കുക. പിന്നെ രാഹുൽ പാലക്കാട് ഇലക്ഷന് നിൽക്കാൻ ആഗ്രഹമുള്ളവർ നിങ്ങൾ ലൈക്കായിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്ബും കൂടെ ചെയ്യുക. നമുക്ക് വീഡിയോ കാണാം. ദേവി കുഞ്ഞമ്മ കോൺഗ്രസിലേക്ക് ഈ അടുത്ത കാലം വന്നു അല്ലേ? CPI-യിലായിരുന്നു. അവിടുത്തെ ചില അഴിമതി കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞു, വിവാദത്തിലായി. ഇപ്പൊ സമാധാനം ഉണ്ടോ ജീവിതത്തില്? വളരെയധികം സമാധാനമുണ്ട്. അതിനിടയ്ക്ക് വീണ്ടും ചെന്ന് രാഹുലിന്റെ കാര്യം പറഞ്ഞ പ്രശ്നത്തിലായില്ലേ? ഇല്ല, അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. അത് പിൻവലിച്ചോ? ഇല്ല, പാർട്ടി പറഞ്ഞില്ലേ പിൻവലിക്കാൻ പറഞ്ഞില്ല, വിശദീകരണം ചോദിച്ചിരുന്നു, വിശദീകരണം കൊടുത്തു. തൃപ്തികരമായിരുന്നു പാർട്ടി? ഈ നട്ടലുള്ള പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ? ആ കൂട്ടത്തിൽ പെടുത്താം ഈ സ്ത്രീയെ. കാരണം അവർക്ക് നട്ടിലുണ്ട്, അവരുള്ള കാര്യങ്ങൾ തുറന്നടിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും തുറന്നടിച്ചവർ പറയുന്നുണ്ട്, പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിലോട്ട് വന്നൊരു വ്യക്തിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. റിനി രാത്രി വിളിക്കാറുണ്ട് എന്ന് കറക്റ്റ് തെളിവ് സഹിതം ഇവർ പുറത്തുവിട്ടു. റിനി രാത്രി സീക്രട്ട് ചാറ്റിൽ ടെലിഗ്രാമിൽ രാഹുൽ മാങ്കൂട്ടുമായിട്ട് സംസാരിക്കുന്നത്. ആ റിനിയാണ് രാഹുലിനെ പരിചയപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ എന്തൊക്കെ കള്ളങ്ങൾ അവൾ അടിച്ചു വിട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. താങ്കൾക്കല്ല, പാർട്ടിക്ക് തൃപ്തികരായിരുന്നു. കുഴപ്പമില്ല അല്ലേ? ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി, പ്രത്യേകിച്ച് ഹോൾ തരംഗം പുള്ളിക്കെതിരായിപ്പോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ശ്രീനാദേവി കുഞ്ഞമ്മ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച് പരിചയം തഴക്കവും പഴക്കവും ഉള്ള ഒരാള് മാങ്കൂട്ടത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ ഇറങ്ങിയതിന്റെ പിന്നിൽ എന്തായിരുന്നു ചേതോവികാരം? എന്നെ സംബന്ധിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പരാതിക്കാരെ കുറിച്ച് ഒന്നും പറയാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലല്ലാതെ ഇതിന്റെ ചില ഫോർഫ്രണ്ടേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ചിലതെക്കുറിച്ച് എനിക്ക് ഇന്ന് കേരളത്തിലെ 90-95% ജനങ്ങൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ പോലും അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ ലൈഫിൽ അയാൾ എന്തോ ആയിക്കോട്ടെ. പിന്നെ ഒരു പൊതുപ്രവർത്തനം ഇമാതിരി പരിപാടി കാണിക്കുന്നതോടെയും ഇനി എനിക്ക് വലിയ ലോജിക് ഉള്ള ഇതൊന്നുമില്ല. കാരണം ഇനിയെങ്കിലും അത് നിർത്തുക, അതായിരിക്കും നല്ലത്. അത് പരസ്പര സമൂഹത്തോടാണ് കാര്യങ്ങളൊക്കെ നടന്നെങ്കിൽ പോലും ഇനി അത് വേണ്ട. കാരണം അദ്ദേഹത്തിന് നല്ലൊരു ഭാവിയുണ്ട്, നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്, ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇനി ഇതുപോലുള്ള കേസുകെട്ടുകളും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. കാരണം എന്ന് വെച്ചാൽ ഓക്കെ, പരസ്പര സമ്മതത്തോടാണ് എല്ലാം നടന്നെങ്കിലും പക്ഷെ കഥകൾ വരുന്ന രീതി കണ്ടില്ലേ. ഇനിയിപ്പോൾ 4ാമത്തെ കേസ് പ്രായപൂർത്തിയാവാത്ത കൊച്ചിൻ്റെ ആണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതുവരെ തയ്യാറാക്കി വെച്ചിരിക്കുക. ഇപ്പോൾ ബോംബ് പൊട്ടിക്കത്തില്ല, ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് 4ാമത്തെ യുവതി ഇടയായിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. നല്ല ബോധ്യമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ വ്യക്തിപരമായിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുള്ള അല്ലെങ്കിൽ ഒരു അത്തരത്തിൽ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹം മുഴുവൻ മണ്ടരാണ് എന്ന് ധരിക്കരുത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഇപ്പം സർ ഉൾപ്പെടെ 24 ഉൾപ്പെടെ എല്ലാ ചാനലുകളിലും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ എന്ത് പ്രൊസീഡിങ്സ് ഉണ്ടായാലും അഭിപ്രായം ചോദിക്കുവാനായിട്ട് ചാനൽ ചർച്ചകളിലേക്ക് വിളിക്കുകയും എല്ലാവരും ബൈറ്റ് തേടുകയും ചെയ്യുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു എത്തിക്സും ഇല്ലാതെ, യാതൊരു മൊറാലിറ്റിയോ യാതൊരു ക്യാരക്ടറോ ഇല്ലാത്ത രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ വിഷയത്തിൽ തെറ്റായ അഭിപ്രായങ്ങൾ പറയുകയും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ എക്സ്പോസ് ചെയ്യണം എന്നുള്ളത് ഉറപ്പായിട്ടും കേരള സമൂഹത്തെ അല്ലെങ്കിൽ എല്ലാവരും മണ്ടരാണ്, പ്രബുദ്ധത തീരെ ഇല്ലാത്തവരാണ് എന്നുള്ള ചിന്തയിലേക്ക് പോകും. അപ്പോൾ അത്തരത്തിൽ ഒരു മാനിപ്പുലേഷനിൽ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് പ്രതികരിക്കേണ്ട ഒരാളാണ് എന്ന് ധാർമ്മികമായി വിശ്വസിക്കുന്നു. പിന്നെ ആ വിശ്വാസം നല്ലതാണെങ്കിലും ശ്രീനാദേവി
അത് മനസ്സിലായി കാണുമല്ലോ. റിനിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, റിനിയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. റിനി ചെയ്ത് എന്താ, രാഹുലിന്റെ പേര് പറയാതെ പോലുമാണ് ഈ കളികൾ മൊത്തം കളിച്ചത്. അതുപോലെ തന്നെ ശ്രീനയും വന്നിട്ട് അവിടെ പേര് പറയാതെ അവക്കിട്ട് ഡോസ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുക എന്ന് പറയത്തില്ല. കർമ്മയുടെ കറക്റ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞ റിനി മോളെ നീ പെട്ടുപോയെന്ന് പറയാം. നിന്റെ അവസ്ഥ ഓർക്കുമ്പോൾ നമുക്ക് സങ്കടകരമുണ്ട്. പക്ഷെ സാരമില്ല, നീ കുറച്ച് സഹിക്ക്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം അവിടെ ഇമേജാണ് മോശമായിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര താഴോട്ടങ്ങ് പോയി, ബിഗ് സീറോ ആയിട്ടിരിക്കുകയാണ്. സാധാരണ 1% എങ്കിലും ഉണ്ടെന്ന് പറയാം, ഇത് ബിഗ് സീറോ ആയിപ്പോയി. അപ്പൊ റിനിയുടെ പല കാര്യങ്ങളും ഇനി പുറത്തു വരാൻ കിടപ്പുണ്ട്. റിനി മിണ്ടായിരിക്കുന്നതാണ് നല്ലത്. കുഞ്ഞമ്മ അറിയേണ്ട ഒരു കാര്യം, ഇതിൽ ഈ അതിജീവിത എന്നല്ലേ നമുക്ക് പേരിട്ട് വിളിക്കാൻ പറ്റൂ. ഈ അതിജീവിതയുടെയൊക്കെ ചില വോയിസ് ഒക്കെ കേട്ട ഒരാളാണ്. കാരണം എനിക്ക് എന്നെ തന്നെ ആദ്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി, മറ്റുള്ളവർക്കും കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ വോയിസിലൊക്കെ പറയുന്നതിന്റെ ഒരു 25% സത്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് മാങ്കൂട്ടത്തിൽ കൂടെ വയ്ക്കാവുകയല്ല. ആ വിഷയത്തിൽ സാർ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും പരാതിക്കാരെ കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിയമത്തിന്റെ മുന്നിലിരിക്കുന്ന ഒരു കേസാണ്. ആ കേസിനെ കുറിച്ച് ഞാൻ പരാമർശിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് വിടുന്നു. നമ്മളിപ്പോ അത് നമുക്ക് അല്ലെങ്കിൽ വേറൊരു സമയത്ത് ശ്രീനാദേവി നമുക്ക് വിളിക്കാം. വിളിക്ക്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, അന്നത്തെ വോയിസിനകത്ത് കിടന്ന് കരയുന്ന കുഞ്ഞ് അത് ഇത് മറ്റേതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഓക്കെ, അതുപോലെ തന്നെ റിനിയും പറയുന്നല്ലോ, ഒരു അമ്മയുടെ ഇത് കുഞ്ഞിന്റെ ഇത് താരാട്ട് പാട്ട് സെന്റിമെന്റ്സ് ഒക്കെ ഒരു ഭർത്താക്കന്മാരെ വഞ്ചിച്ചിട്ട് വന്നിട്ട് ഇവന്റെ കൂടെ പോയി ഗർഭം ഉണ്ടാക്കി അവൾമാരല്ലേ ആദ്യം പറയേണ്ടത്. എന്നിട്ട് അവർക്കൊക്കെ വേണ്ടി കുഞ്ഞ് എന്താ ഒരു അമ്മ എന്താ 10 മാസം ചുമന്ന് പെറ്റിട്ടാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത്. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളും തത്വവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സ്ത്രീകളെ ശരിക്കും ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. 10 മാസം നമ്മളെ ഇപ്പൊ എന്റെ അമ്മയും 10 മാസം ചുമന്നിട്ടാണ്, അറിയാമല്ലോ. അത് ഞാൻ പറയാതെ തന്നെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് റിനി നമുക്കറിയാം. അത് കേരളത്തിലെ എല്ലാവർക്കും അതിനുള്ള ബോധവും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇവിടെ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടികളെല്ലാം ഒരു ഭർത്താവിനെ ഒരു സൈഡിൽ വെച്ചിട്ടാണ് കണ്ടവരോട് അവീതം കൊണ്ടാക്കി എല്ലാം കാട്ടിക്കൂട്ടിയിട്ട് ഇമ്മാതിരി ഡയലോഗ് അടിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളും ഇല്ല. അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് വേണം. ഇത് അതില്ലാത്ത കുറെ എണ്ണമാണ്. ഓക്കെ, ഇപ്പൊ രാഹുലിന് സപ്പോർട്ടായിട്ട് കുറെ ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയൊരു വോയിസ് ഞാൻ വെച്ച് തരാം. രഘു എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്ന കേൾക്കണം. പത്തനംതിട്ട ജില്ലക്കകത്തില് മയിലാടുംപാറ മലയാളപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് മയിലാടുംപാറ, പേര് രഘു, മയിലാടുംപാറ INTUCയുടെ കൺവീനറും സേവാദളിന്റെ ഓൾ ഇന്ത്യൻസുമാണ് ഞാൻ. എന്റെ 14ാമത്തെ വയസ്സ് മുതൽ ഞാൻ കോൺഗ്രസ്സുകാരനാണ്. 14ാമത്തെ വയസ്സ് എന്റെ സമയകാലത്ത് അന്ന് എനിക്കൊരു കേസുണ്ടായി. ആ കേസ് സമയത്ത് അന്ന് റഹീം സാറായിരുന്നു കേന്ദ്രമന്ത്രിയായിട്ടിരുന്നത്. ആ പുള്ളിക്കാരനാണ് അന്ന് ഞങ്ങള് ഇന്ദിരാഗാന്ധിയുടെ സമയം മുതൽ ഇന്ദിരാഗാന്ധിയെ 12 സല്യൂട്ട് സ്വീകരിച്ചാണ് ഞാൻ. സേവാദളുകാരനും രഘു മയിലാടുംപാറ. ലോകത്തിന്റെ ഈ KM അറിയാം, കെ മുരളീധരൻ എന്ന് പറഞ്ഞാൽ എന്റെ ആത്മസുഹൃത്താ. എന്റെ എന്ത് കാര്യത്തിനും എന്റെ കൂടെ നിൽക്കുന്ന ഒരു കക്ഷിയുവാ. പക്ഷെ ആ മുരളിച്ചേട്ടൻ പോലും പറഞ്ഞതിനകത്ത് എനിക്ക് വലിയ സങ്കടം തോന്നിയിട്ടുണ്ട്. അതിനകത്ത് മുരളിച്ചേട്ടനെ ഞാൻ മിക്കവാറും വിളിക്കും. ഞാൻ അജീബ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട അന്ന് താലൂക്കാ. പത്തനംതിട്ട താലൂക്കിൽ നിന്ന് അന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ നേതാവ് എന്ന് പറഞ്ഞാൽ വിൽസം പിച്ചാക്കയായിരുന്നു. അന്നത്തെ കാലം മുതൽ ഇന്ന് വരെയും കോൺഗ്രസ്സുകാരനായിട്ട് നിൽക്കുന്നു. പിന്നെ കെ കരുണാകരനും കൂടെ കൂടി എന്റെ അച്ഛൻ അയ്യോ ഉള്ളത് എനിക്കില്ല. എനിക്ക് കെ കരുണാകരൻ ലീഡറോട് വലിയ ഇഷ്ടമായിരുന്നു. മുരളിച്ചേട്ടനോട് അതുപോലെ തന്നെ ഇപ്പോഴും മുരളിച്ചേട്ടൻ ഞാൻ വിളിച്ചാൽ എടുക്കും. എന്ത് കാര്യത്തിനും വിളിച്ചാലും എടുക്കുന്ന അങ്ങനെ നിന്ന് പ്രവർത്തിക്കുന്നു. ഈ രാഹുലിനെയും ഈ ഷാബി പറമ്പിലിനെയും ഇവരെല്ലാം കോൺഗ്രസിനകത്തിലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് നിന്നതിന് എന്റെ മോൻ എന്നെ വിളിച്ചു പറഞ്ഞേക്കുന്ന ഒറ്റ കാര്യമുണ്ട്. ചാച്ചാ, അച്ഛൻ പോയിട്ട് 50,000 രൂപ എന്റെ മോൻ എനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു. എന്റെ കുബേറ്റിൽ നിന്ന് എന്റെ മോൾ 50,000 രൂപ അയച്ചു തരാമെന്ന് പറഞ്ഞു. എന്തുവാ അറിയാവോ? സതീശനെയും ഈ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടിരുന്ന KM എനിക്ക് വേണ്ടി പേപ്പർ കൊടുത്തുവിട്ട് ഞാൻ രമേശൻ തമ്പി പോയനെ അവിടെ കൊണ്ടുവന്ന് പേപ്പർ കൊടുത്തിച്ച് പോകുന്നേ ഉള്ളൂ. പത്തനംതിട്ടയിൽ രഘു മയിലാടുംപാറ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കക്ഷിയാണ് ഞാൻ, രഘു മയിലാടുംപാറ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ സതീശൻ സീറ്റ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ, ഈ രമേശും കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ എന്റെ മോനും മരുമോളും കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും എനിക്ക് 50,000 1,00,000 രൂപ അയച്ചു തരാമെന്നുള്ളതുകൊണ്ടെന്ന് വെച്ചാൽ ഈ രമേശ് ചെന്നിത്തലയ്ക്കും ഈ സതീശനും വേണ്ടി എതിരായിട്ട് പോയി അവിടെ നിന്ന് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ആഴ്ച വിളിച്ചോണ്ട് പോയാലെ കൊണ്ടും പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അത് മാത്രമല്ല, എന്റെ കൂടെ അന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു 10-250 പേര് ഞങ്ങൾ പോകാനെ കൊണ്ട് ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കുക. രാഹുലിന് വേണ്ടിയുള്ള സംസാരവും കാര്യങ്ങളും ഒക്കെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു നേതാവിന് വേണ്ടി എല്ലാവരും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ കയറുന്ന ആരാണ്? മറ്റേ പാർട്ടിക്കാരാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക. അദ്ദേഹത്തിന്റെ രോദനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞാനൊക്കെ ഹരിപ്പാടുകാരനാണ്. ഹരിപ്പാടും ഈ പറയുന്ന രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമാണ്. അവിടെ നിങ്ങൾ
10,000 അല്ല കോടിക്കണക്കിന് ആൾക്കാരെ ഇറക്കി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ ഒരു പട്ടി പോലും അതിനകത്തില്ല. ഇവിടെ അങ്ങേരി ഒരു വോട്ടെങ്കിൽ ഒരു വോട്ട് അങ്ങനെ ജയിക്കും. അത് വേറെ കാര്യം. ഞാനൊരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ് എന്ന് വെച്ച് നിങ്ങൾ ഇപ്പോൾ വോയിസ് ഇട്ട മനുഷ്യനോട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങളുടെ രോദനവും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ചെന്നിത്തല അതൊരു വേറൊരു സംഭവമാണ് ഇവിടെ. അയാൾ അതുപോലെ ചെയ്യുന്നുണ്ട്, ആൾക്കാരുടെ അടുത്ത് ഇറങ്ങി ചെല്ലുന്നുണ്ട്. പിന്നെ രാഹുലിൻ്റെ വിഷയത്തിൽ ഇത്രയും കേസായിട്ട് വരുമ്പം ചിലപ്പോൾ ഒരു പാർട്ടിക്കാർക്ക് അവസാനം കണ്ണടച്ചാൽ പറ്റും. ഇത് 3 കേസായി. 3 കേസിലും 3 പേരോടും പുള്ളി ബന്ധം നടത്തിയിട്ടുള്ളതാണ്, പരസ്പര സമ്മതത്തോടെ. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ഒരു പാർട്ടി എന്നൊരു നിൽക്കുമ്പം അവരുടെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് ഓക്കെ. പക്ഷേ സതീശനും റിനിയും തമ്മിലുള്ള വിഷയങ്ങളാണ് ഇവിടെ ഒരു പിടുത്തം കിട്ടാത്തത്. എന്തിനാണ് ഇത്രമാത്രം റിനിയെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അതിൻ്റെ കുറച്ച് വിവരങ്ങളൊക്കെ നമുക്ക് എത്തിച്ചു തരാം. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ വ്യക്തമായിട്ട്. ഓക്കെ, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്, ലവ് യു. രാഹുലിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്.